വ്യത്യസ്തമായ സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ നടൻ, തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ, ഗായകൻ മുരളി ഗോപിയാണ് ഇന്ന് നമുക്കൊപ്പം. സ്വാഗതം. വി.ജി. മുരളീകൃഷ്ണൻ എന്ന പത്രപ്രവർത്തകനാണ് എനിക്ക് പകരം ഇവിടെ ഇരുന്നിരുന്നതെങ്കിൽ മുരളി ഗോപി എന്ന നടനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അഭിനയിക്കുക, എന്തുകൊണ്ടാണ് എഴുതുക, സിനിമയിൽ എന്തുകൊണ്ട് എൻ്റർ ചെയ്തു? ടിയാൻ പറയുന്നത് ഇന്നത്തെ സമൂഹ സാഹചര്യങ്ങളാണോ? എന്താണ് ടിയാൻ? ടിയാൻ ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് ഫ്രം മലയാളം. അതായത് പൂർണ്ണമായും കേരളത്തിന് പുറത്ത് ചിത്രീകരിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയാണ് ഇൻ എ സെൻസ്. ഇപ്പോൾ മലയാളിക്ക് ഒരു ലാർജർ ഇന്ത്യയോട് പറയാനുള്ള കാര്യങ്ങളും ഈ ലാർജർ ഇന്ത്യക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും. എൻ്റർടൈൻമെൻറ്റിന് പൂർണ്ണമായ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ കണ്ടന്റിന് ഈക്വലി സ്ട്രെസ് കൊടുക്കുന്നൊരു സിനിമയും കൂടെ ആയിരിക്കും. ടിയാനിൽ രാഷ്ട്രീയം ഉണ്ടാകുമോ? നമ്മുടെ ഏതൊരു സമൂഹത്തിന് നേരെ പിടിച്ച വച്ചിരിക്കുന്ന കോൺകേവും കോൺവെക്സും നോർമൽ മിറേഴ്സുമാണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സമൂഹത്തിലുള്ള എല്ലാം ആർട്ടിലും പ്രതിഫലിക്കും. അത് രാഷ്ട്രീയം തന്നെ ആവണമെന്നില്ല, രാഷ്ട്രീയവും കാണും എന്ന് പറയാൻ പറ്റും. ഹിന്ദി നാട്ടിലെ മലയാളി പറയുന്ന സിനിമ, അങ്ങനെയാണ് എൻ്റെ ട്രെയിലറിൽ നിന്ന് കിട്ടിയ ഒരു ഹിന്റ്. സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനകത്ത് വെച്ചിട്ട് ഒരു പക്ഷേ ദേശീയത അല്ലെങ്കിൽ ഉത്തരേന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിലെ ജനത ചില നിലപാടുകൾ സ്വീകരിക്കുകയും അത് വിവാദങ്ങളാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ടച്ച് ചെയ്തു പോകുമോ ടിയാൻ? അല്ല, എവറിത്തിങ് വിൽ ബി ടച്ച്ഡ് അപ്പോൺ. അത് ഇറ്റ് ഇസ് ദയർ. അതായത് ഒരുപാട് ദേശീയതകൾ ഒരുമിച്ച് ഒന്നായ ഒരു ദേശമാണ് ഇന്ത്യ. അതിനൊരു പ്രത്യേകമായൊരു സിംഗുലർ നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളായി യുഗങ്ങളായിട്ട് ഇന്ത്യ ഒരു വളരെ ഡീപ്പ് ലെവലിൽ ഒരുപാട് ഐഡിയോളജീസും ഒരുപാട് മതങ്ങളും തമ്മിൽ നടന്നിട്ടുള്ളൊരു ഡീപ്പ് കോൺവെർസേഷൻസിൻ്റെ ഫലമായിട്ടുള്ളതാണ് ഇന്ത്യ എന്നുള്ള സങ്കല്പം. ഇന്ത്യ ആക്ച്വലി ഒരു മെറ്റീരിയലിസ്റ്റിക് എക്സിസ്റ്റൻസ് അല്ല, ഇന്ത്യ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ കോൺസെപ്റ്റിൽ ഇപ്പോൾ ഒരുപാട് എൻ്റെ രാഷ്ട്രമാണിത്, നിൻ്റെ രാഷ്ട്രമല്ല എന്ന് പറയുന്ന ഒരുപാട് വോയിസസ് ഉണ്ട്. അതുപോലെ ഐഡിയോളജീസിലുണ്ട്. എൻ്റെ ഐഡിയോളജി മാത്രമാണ് ശരി, നിൻ്റെ ഐഡിയോളജി ശരിയല്ല എന്ന് പറയുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ഫോഴ്സസ് ഇതിൻ്റെ സൂപ്പർഫിഷ്യൽ ലെവൽസിലുണ്ടെങ്കിലും ഡീപ്പായിട്ട് ഇന്ത്യ എപ്പോഴും നിലനിന്ന് പോന്നിട്ടുള്ളത് അകത്തുള്ള ഈ മതങ്ങൾ തമ്മിലും ഐഡിയോളജീസ് തമ്മിലും ഉണ്ടായിട്ടുള്ള ഒരു ഡീപ്പ് ഡയലോഗാണ്. അപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഈ സിനിമയ്ക്കുണ്ട്. സിനിമാക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ രാഷ്ട്രീയം കലയെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കും, ശരിയല്ലേ? കലാകാരന് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതും നമ്മളെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും പാർലമെന്ററി പൊളിറ്റിക്സിനെ കുറിച്ചാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യത്തിൽ അതിന് പുറത്തുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സത്യത്തിൽ ഒരു രാഷ്ട്രം അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ മാത്രമല്ല അതിൻ്റെ രാഷ്ട്രീയം ഉരുത്തിരിയുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വെളിയിലുമാണ്. ഒരു ഇലക്ടറൽ പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയുമായും എൻറ്റിറ്റിയുമായും കൈകോർക്കരുത് കലാകാരൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ കൈകോർത്താൽ അയാളുടെ കല പിന്നെ പ്രസക്തമാവില്ല. അയാൾക്കൊരു ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരും. ആ പക്ഷം ചേരലിൽ അവൻ്റെ എല്ലാ ഐഡിയാസും തീരും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസുമായിട്ടും കൈകോർത്ത് നിൽക്കേണ്ടവനല്ല ഒരു കലാകാരൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കലാകാരന് എങ്ങനെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ രാഷ്ട്രീയം സ്വീകരിക്കാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസിന് പുറത്തും ഒരു രാഷ്ട്രീയമുണ്ട്. അത് TRP ജനറേറ്റിംഗ് രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ അതൊരു എന്താണ് ലൈക്സ്, ഫേസ്ബുക്കിൽ ലൈക്ക് ജനറേറ്റിംഗ് പാർട്ടികളല്ല, കേഡർ ഫോളോയിങ് ഉള്ള പാർട്ടീസ് അല്ല എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് പുറത്തുള്ള രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരും ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ഇതിനുള്ള ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അല്ലാതെ 5 വർഷത്തിലൊരിക്കൽ മാത്രം വിടരുന്ന പൂവല്ലാതെ ഉള്ളൊരു രാഷ്ട്രം, എത്രയോ കാലങ്ങളായി നിലനിന്ന് പോന്നിട്ടുള്ള രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയം. പക്ഷേ ചില നിലപാടുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലപാടിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയായിട്ട് മുദ്ര കുത്തപ്പെടുന്നത് സ്വാഭാവികം. അതിനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരാളും കംപ്ലീറ്റ്ലി റോങ്ങും കംപ്ലീറ്റ്ലി റൈറ്റും അല്ല. കംപ്ലീറ്റ്ലി റോങ്ങോ കംപ്ലീറ്റ്ലി റൈറ്റും അല്ല. അതുപോലെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസും നേഷൻസും ഒക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്റ്റൻഷൻസ് ആണ്. ഇതൊന്നും മുഴുവനായും ശരിയും മുഴുവനായും തെറ്റായിട്ടുള്ള ഒരു എൻറ്റിറ്റീസും ഈ ലോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ശരി പറയുന്ന, ഇടയ്ക്കിടയ്ക്ക് തെറ്റ് പറയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും, അതുപോലെയാണ് രാജ്യങ്ങളും. അപ്പോൾ ഒരു വിഭിന്നമായ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നോക്കിയാൽ തെറ്റ് പറയുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ അത് തെറ്റാണെന്ന് പറയുകയും ശരി പറയുമ്പോൾ ശരി പറയാനുള്ള സ്പേസ് കൊടുക്കണം. അല്ലെങ്കിൽ വില്ലനും നായകനും തമ്മിലുള്ള
ഒരു 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 മിഡീവിയൽ സ്റ്റണ്ട് പോലെ ആയിപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ രാഷ്ട്രീയം നമ്മുടെ ഒരാളിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ. കാരണം ആ ആൾ നമ്മളെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരിയും ഇടയ്ക്കിടയ്ക്ക് തെറ്റും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പക്ഷം ചേരാതെ നിൽക്കേണ്ട ആവശ്യം ഇപ്പോൾ എന്നത്തേതിനേക്കാൾ ഉപരി ഇപ്പോൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ, വിവാദങ്ങൾ, അതിശക്തമായ ഡിബേറ്റുകൾ, അത് പക്ഷേ സോഷ്യൽ മീഡിയ പോലെ പൊതുജനങ്ങൾക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകിക്കൊണ്ടുള്ള ഡിബേറ്റുകൾ നടക്കുമ്പോൾ കലാകാരന് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? കലാകാരൻ മാറി നിൽക്കുമെന്നല്ല പറഞ്ഞത്. കലാകാരന് പ്രത്യേക പക്ഷം ചേരൽ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കലാകാരൻ എന്നുള്ള നിലയിൽ ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ പക്ഷം ചേർന്നുള്ള ഇടപെടൽ മാറി നിൽക്കലിനേക്കാൾ അപകടകരമാണ് ഒരു കലാകാരന് എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ അനുഭാവിയാകുമ്പോഴാണ് ബുദ്ധിജീവിയാകുക എന്നുള്ളൊരു അതൊരു മിഥ്യാധാരണയാണ്. അബ്സല്യൂട്ട്ലി. ഒരു പക്ഷവും ബുദ്ധിജീവി എന്ന് പറയുന്ന വേർഡിനോടെ എനിക്ക് യോജിപ്പില്ല. കാരണം ജീവികൾക്കെല്ലാം സാമാന്യമായ ബുദ്ധിയുണ്ട്. അപ്പം ജീവികൾ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കേരളത്തിന് അതിൻ്റെതായ കുറേ നോഷൻസ് ഉണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം സഹ്യപർവ്വത്തിൽ നിന്ന് ഇങ്ങോട്ടല്ല കാറ്റ്, ഇവിടുന്ന് അങ്ങോട്ട് പോയി കാറ്റ് വീശിയിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ രീതിയിലും നമ്മുടെ ഒരു ഫിർമമെന്റിലുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ്, നമ്മൾ വളരെ പാമ്പേർഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ്. നമുക്ക് നേച്ചർ വളരെ കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഉള്ള ആളുകളുടെ ഇഷ്യൂസോ അല്ലെങ്കിൽ ബോർഡേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസോ ഒന്നും നമുക്കറിയില്ല. ടിയാൻ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ളൊരു കമ്മോഡിറ്റിയാണ് ജലം എന്ന് പറയുന്നത്. പക്ഷേ സഹ്യൻ്റെ ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റും വെള്ളത്തിനായി ആളുകൾ പരക്കം പായുന്നതും വെള്ളം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വസ്തു ആവുന്നതും അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടാകുന്നതും വാട്ടർ റിലേറ്റഡ് പൊളിറ്റിക്സ് ഉണ്ട്. അതൊന്നും കേരളത്തിൽ ഡിസ്കസ് ചെയ്യുക പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ സമ്മർ വരുമ്പോൾ ആളുകൾ റെയിൻ വാട്ടർ റിസർവോയറിനെ കുറിച്ച് സംസാരിക്കുകയും സമ്മർ തീരുമ്പോൾ മഴക്കെടുതികളെക്കുറിച്ച് എങ്ങനെ മഴക്കെടുതി ഇല്ലാതാക്കാമെന്ന് സംസാരിക്കുകയും ഓരോ ദിവസവും അതിൻ്റേതായ പുതിയ പുതിയ ഇഷ്യൂസ് പൊക്കിപ്പിടിക്കുകയും അടുത്ത ദിവസം വരുമ്പം ഇഷ്യൂസ് മറക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് വേറെ സമൂഹങ്ങളിൽ നിന്ന് ഒരു പഠിക്കാനുണ്ട്, അവരെ നോക്കി കാണേണ്ട രീതി മാറാനുമുണ്ട് നമുക്ക് എല്ലാവർക്കും. ഇത് പറയുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നിന്നുകൊണ്ടല്ല പറയുന്നത്, ഒരു കേരളീയനായിട്ട് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. കേരളീയനായി ജനിച്ചതിലുള്ള അഭിമാനവും ഇവിടെയുള്ള സാമൂഹിക നീതിയുടെ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവും ഉണ്ടാവുമ്പോൾ തന്നെയും നമുക്കൊരു ലുക്കിംഗ് ഡൗൺ എന്നുള്ളൊരു സാധനം വേറെ കൾച്ചേഴ്സിനോടും വേറെ തരം വേറെ സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർ ആ ലുക്കിംഗ് ഡൗൺ മെന്റാലിറ്റി നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിനെയും കൂടെ നമ്മൾ കാണണം എന്നേ ഉള്ളൂ. രാഷ്ട്രീയ നിലപാട് എല്ലാ കലാകാരന്മാർക്കും സ്വാതന്ത്ര്യമാണ്. ഇടതുപക്ഷ അനുഭവമുണ്ടെന്ന് കലാകാരന്മാർ പറയുന്നത് പോലെ ഒരുപക്ഷ സംഘപരിവാർ ആഭിമുഖ്യമുണ്ടെന്ന് കലാകാരന്മാർക്ക് പറയാൻ മടി എന്തിനാണ്? മടിക്കേണ്ട ആവശ്യമുണ്ട്? മടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കലാകാരന്മാർക്ക് ആഭിമുഖ്യങ്ങൾ ഇങ്ങനെ ഐഡിയോളജിക്കലി പാടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. എനിക്കതില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. മറ്റൊരു ഡെമോക്രാറ്റിക് സ്റ്റാൻഡാണ്. അതായത് വാട്ട് യു ബിലീവ് ഇൻ യു സ്റ്റാൻഡ് ഫോർ എന്നുള്ളത് ഇറ്റ് ഇസ് അപ് ടു യു. ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് വൈൽ റെസ്പെക്ടിങ് ദാറ്റ് ഐ വിൽ ഓൾസോ സേ ദാറ്റ് ഒരു രാഷ്ട്രീയ ഇലക്ടറൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നത് ഒരു കലാകാരന് ഗുണം ചെയ്യില്ല എന്ന് പേഴ്സണലി ബിലീവ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നിൽക്കുന്ന ആളുകളെ പരിപൂർണമായും ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തലസ്ഥാനത്ത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു. 3 ചെറിയ ചിത്രങ്ങൾ അതിനകത്ത് ബാൻ ചെയ്യപ്പെട്ടു. അതൊരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ അവകാശമെന്നോ ഒക്കെ കലാകാരന്മാരുടെ സമൂഹത്തിന് തോന്നാതിരുന്നുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുത്തത് രാഷ്ട്രീയ സംഘടനയാണ്. കല തീർച്ചയായും പൂർണ്ണമായും രാഷ്ട്രീയ വിഷയമായി മാറി. അത് ആരുടെ കുറ്റമാണ്? അത് രാഷ്ട്രീയ വിഷയമാണ്. അത് ഒരു പാർട്ടികൾ ഏറ്റെടുത്തതല്ല, എല്ലാവരും ഏറ്റെടുത്തൊരു സാധനമാണ്. ഇപ്പോൾ ഒരു തരത്തിലുള്ള ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനും ഒരു ഡെമോക്രസിയിൽ വിലക്കപ്പെടാൻ പാടില്ല ഒരു തരത്തിലും. ഞാൻ സെൻസറിങ്ങിന് വരെ അഗൻസ്റ്റാണ്. സെൻസറിങ് ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സെൻസറിങ് വരെ നിർത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ആവശ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഡെമോക്രസി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇത് ഒരാളിന് പറയാനുള്ളത് എന്തും പറയാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ ആർട്ടിലാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എന്തും വെളിയിൽ തെരുവിലിറങ്ങി പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ വേറെ ആളുടെ സ്പേസിന് ധ്വംസിച്ചുകൊണ്ടുള്ളൊരു സാധനം പറയുന്നതല്ല പറയുന്നത്. ആർട്ടിന് സംസാരിക്കാനുള്ളൊരു അവകാശം എല്ലാ ഡെവലപ്ഡ് കൾച്ചേർഡ് ആൻഡ് ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് എല്ലാം കൊടുത്തിരിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഈ 3 ഡോക്യുമെൻ്ററീസിനെതിരെ നേരിട്ടതും വളരെ അശുഭകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല ഈ നേരിടുന്നത്. ഇതിനു മുമ്പും ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അഭിമതമല്ലാത്ത കലയെ അല്ലെങ്കിൽ ഒരു വലിയ മെജോറിറ്റിക്ക് അഭിമതമല്ല എന്ന് പറയുന്ന ഒരു ഒരു വർക്ക് ഓഫ് ആർട്ടിനെ പല കാലങ്ങളായിട്ട്, ഇപ്പോൾ ഗരം ഹവ 1973 എമർജൻസി ടൈമിൽ ഇഷ്ടംപോലെ സിനിമകളെ ബാൻ ചെയ്തിട്ടുണ്ട്. ഷോലെ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഇത്രയും പ്രസിദ്ധമായൊരു സിനിമയിൽ വരെ ക്ലൈമാക്സിനെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ വന്നിരുന്ന് കണ്ടിട്ടാണ് അവർ ആ ക്ലൈമാക്സ് മാറ്റണമെന്നും ഈ ക്ലൈമാക്സിൽ ഇത് പാടില്ല എന്നും പറഞ്ഞത് ആ സമയത്ത്.
വളരെയധികം അതിന് മുമ്പ് വരെ ഉണ്ട്. ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഇപ്പോൾ സ്പൊറാഡിക്കായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വന്നൊരു ഒരു ഡെവലപ്മെന്റ് അല്ല. ഇന്ത്യയുടെ തുടക്കം മുതൽ ഈ ഒരു കണ്ടെയ്നിങ് അല്ലെങ്കിൽ കർട്ടെയിലിംഗ് ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ഫിലിംസ് ഇതിന് വിക്ടിംസ് ആയിട്ടുണ്ട്. ക്യാൻസൽ ഇരിക്കുന്ന ഇഷ്ടം പോലെ സിനിമകളുണ്ട്. ഒരു പക്ഷേ പ്രേക്ഷകൻ കാണാത്ത സിനിമ അത് പ്രേക്ഷകനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സെൻസറിങ്, അതിനെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. യൂട്യൂബിൽ ആർക്കും അവൈലബിൾ ആയിട്ടുള്ള 3 ചെറിയ ഷോർട്ട് ഫിലിംസ് നിരോധിക്കുമ്പോൾ അത് ആൾക്കാർക്ക് കാണാതിരിക്കാൻ പറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു ഭയപ്പാടുണ്ടാക്കുക എന്നുള്ള സംഭവം അതിനകത്ത് വരുന്നത്. അല്ല, അത് ബേസിക്കലി ഫൂളിഷ്നെസ് ആണ് ഒരു സാധനത്തിനെ ബാൻ ചെയ്യാന്ന് പറയുന്നത്. ബാനിങ് എന്ന് പറയുന്നത് അതിനെ സ്പ്രെഡ് ചെയ്യാനേ അനുവദിക്കുള്ളൂ. അത് മാത്രമല്ല, ബാനിങ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഫിയർ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫിയർ ഉള്ളത് കൊണ്ടാണ്. ആ ഫിയർ എന്തുകൊണ്ട് വന്നു എന്നാണ് ആലോചിക്കേണ്ടത്. ആ ഫിയർ ഉള്ളത് കാരണം ഇപ്പോൾ ചലന്തിയെ പേടിയുള്ള ആളുകളുണ്ട്, അകാരണമായ ഫിയർ. അത് കുഴപ്പമില്ല, ചലന്തി ഒരു വെനമസ് ഇതാണ്. കോക്രോച്ചസിനെ പേടിയുള്ള ആൾക്കാരുണ്ട്. കോക്രോച്ചസിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കോക്രോച്ചസിനെ കണ്ട ചാടി മേശയുടെ മുകളിൽ കയറുക എന്നുള്ള പോലെ ഭരണകൂടങ്ങൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ ഭീകരമായ ഒരു സില്ലി ആംബിയൻസ് ഇവിടെ ഉണ്ടാവും. ആ സില്ലി ആംബിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡെട്രിമെന്റൽ ടു ഡെമോക്രസി. അത് ഇന്ത്യയിൽ എക്കാലത്തും ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലും ആർട്ടിനെ കർബ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാൾ ലിബറൽ ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ. അത്തരം ചില അനുഭവങ്ങൾ പരോക്ഷമായിട്ടെങ്കിലും സ്വന്തം സിനിമയ്ക്കും ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന് കൃത്യമായ രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. ഓൾ ആർ ഈക്വൽ. അതെ, ഫാസിസം എന്ന് പറയുന്നത്, ഫാസിസ്റ്റിക് ടെൻഡൻസി എന്ന് പറയുന്നത് ഒരാളുടെ കുത്തക എന്നല്ല. അത് ഏത് സോഴ്സിൽ നിന്നും വരാം. ഫാസിസത്തിന്റെ ബേസിക് തോട്ട് എന്ന് പറയുന്നത് വാട്ട് ഐ ആം സേയിങ് ഈസ് റൈറ്റ് ആൻഡ് യു ഹാവ് നോ റൈറ്റ് ടു സേ എനിത്തിങ് അഗൻസ്റ്റ് ഇറ്റ് എന്ന് പറയുന്നതാണ് ഫാസിസം. ഇതാണ് ഒരു ജനറിക് ആയിട്ടുള്ള അതിന്റെ മീനിങ്ങിൽ ഇപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ടെൻഡൻസിയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇപ്പോൾ മുസോളിനിയായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ മീനിങ് വേറെ ഉണ്ടെങ്കിലും ഫാസിസം എന്നുള്ള വേർഡിന്റെ മീനിങ് സത്യത്തിൽ ഇപ്പോൾ ഇതാണ്. അതായത് ഞാൻ പറയാം, അതായത് ആ ചൂണ്ടുപലക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെയോ ഒരു നേതാവിനോ മോണോപോളിയല്ല. ഫാസിസം കുത്തകയല്ല. ഫാസിസം ഒരു ഒരുപാട് കരബലമുള്ള സ്ഥലങ്ങളിൽ തിണ്ണമിടിക്ക് കാണിക്കുന്നതിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അത് എല്ലാ സ്ഥലത്തും എല്ലാ ഭരണകൂടങ്ങളും എല്ലാ കരബലമുള്ള ആൾക്കാരും ചെയ്തിട്ടുള്ളതാണ്. അതിന് അഗൻസ്റ്റ് ആയിട്ട് അതാത് സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോഴ്സസ് ആണ് റെബൽ ഫോഴ്സസ് എന്ന് പറയുന്നതും. അവരാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. പലപ്പോഴും പറയും മാസിന് വേണ്ടിയിട്ടുള്ളതല്ല, കുറച്ചുകൂടെ സെലക്റ്റീവ് ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ട ചില കഥകളൊക്കെയാണോ മുരളി ഗോപിയുടെ എന്ന് ചോദിച്ചു പോയാൽ ഒരുപക്ഷെ അത്തരം പരാതിക്കുള്ള മറുപടി ആയിരിക്കുമോ ഇനി വരാൻ പോകുന്ന ലൂസിഫർ? അല്ല, ഞാനെപ്പോഴും കൈയടിച്ച് സിനിമ കാണുക, സിനിമ കാണുമ്പോൾ സന്തോഷിക്കുക, പൊട്ടിച്ചിരിക്കുക, പൊട്ടിക്കരയുക എന്ന് പറയുന്നത് സിനിമയ്ക്കൊരു മെഡിറ്റേഷണൽ പേർജിങ് ക്വാളിറ്റി ഉണ്ട്. അത് മുഴുവൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. സിനിമ മാസ് ഓഡിയൻസിന് വേണ്ടിയുള്ളതാണെന്നും ആ മാസ് ഓഡിയൻസിന്റെ ഒരുവനായി നിന്ന് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണെന്നും ഞാനെന്നുമാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഒരു സിനിമകളിലും എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിനെ കുറച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് എന്നാൽ കണ്ടന്റിനെ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ളത്. ലൂസിഫറിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ലൂസിഫർ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ മലയാളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. നാച്ചുറലി അതിൻ്റെ എക്സ്പെക്ടേഷൻ എൻ്റർടൈൻമെൻറ്റ് ലെവൽസിൽ വളരെയധികം എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ആ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് എനിക്കറിയാം. വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു നടനോടല്ല ഇത്ര നേരം സംസാരിച്ചത് മുഴുവൻ തിരക്കഥാകൃത്തിനോടാണ്. പക്ഷെ അതിനകത്ത് അത് വളരെ വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ചില കഥാപാത്രങ്ങൾ, മലയാളി ഭർത്താക്കന്മാരുടെ ഒരുപക്ഷെ തുറന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില റെപ്രസെൻറ്റേഷനുള്ള 1-2 കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. ഈ നിറങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ എവറി ക്യാരക്ടർ ദാറ്റ് യു പ്ലേ ഇറ്റ്സ് ആക്ച്വലി ഇൻസൈഡ് യു. നമ്മളത് ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ആളുകളാണ്. ഒട്ടും തന്നെ ഭയങ്കര പാട്രിയാർക്കൽ എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാനാണ് ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. നെഗറ്റിവിറ്റി ഇല്ലാത്ത മനുഷ്യൻ എന്ന് സ്വയം കണ്ടു തുടങ്ങുന്ന ആ മൂവ്മെന്റ് തൊട്ടാണ് മനുഷ്യൻ ഭീകരമായ കുഴപ്പക്കാരനാവുന്നത്. എല്ലാ വെളിയിൽ കാണുന്ന കുഴപ്പങ്ങളും അതിൻ്റെ ഒരു അംശം നമ്മളിലും ഉണ്ട് എന്ന് കാണുമ്പോഴാണ് സത്യത്തിൽ അതിലോട്ടുള്ള കണ്ണാടി തിരിക്കലിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്, നമ്മുടെ മുമ്പിൽ ക്യാരക്ടേഴ്സ് വരുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ അയാളുടെ ജീവിതത്തിൽ എഴുതുകയും ഒക്കെ ചെയ്യുന്നത് വഴി ഈ ക്യാരക്ടേഴ്സിനെ ഇറക്കി വിടുന്ന അവസ്ഥ കൂടെ ഉണ്ട്. അപ്പോൾ റോയ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഐഡിയലിസ്റ്റ് ആയിട്ടുള്ളൊരു ആളും എൻ്റെ ഉള്ളിലുണ്ട്. അതേസമയം എന്താ പറയുക, അജയ് കുര്യൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര സൈക്കിക് ഇതും നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിൽ പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള സാധനം ഇതൊന്നും അല്ലാത്ത വേറൊരാളായിരിക്കാം.
ഈ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ആക്ടേഴ്സും റൈറ്റേഴ്സും ഉണ്ടാവുന്നത്. വളരെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമ്മുടേത്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പക്ഷേ ന്യൂ ജനറേഷൻ എന്ന ലേബൽ അത് ഉപയോഗിക്കാമോ, അത് ക്ലീഷേ ആണെങ്കിൽ പോലും ഇത് കാലത്തെ എങ്ങനെയായിരിക്കും അതിജീവിക്കുക? ഇന്നത്തെ സിനിമകൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക? എക്കാലത്തും സിനിമകളെ ന്യൂ വേവ്, ഇപ്പോൾ അച്ഛനൊക്കെ റെപ്രസെന്റ് ചെയ്തിരുന്ന കാലത്ത് അന്നത്തെ വലിയ ക്രിട്ടിക്സ് പറഞ്ഞിരുന്നത് ന്യൂ വേവ് എന്നാണ്. ആ ന്യൂ വേവ് കാലത്തെ അതിജീവിച്ചാണല്ലോ ഇപ്പോൾ കാണുന്നത്. പത്മനാഭൻ സാറിൻ്റെയും ഭരതൻ സാറിൻ്റെയും കെ ജോർജ് സാറിൻ്റെയൊക്കെ ഫിലിംസ് ആ സമയത്ത്, അത് ഇറങ്ങിയ സമയത്ത് അത് ന്യൂ വേവ് ആണെന്നും അത് വ്യവസ്ഥാപിതമായ പിന്നെ സൗന്ദര്യശാസ്ത്രത്തെയും ഒക്കെ മാറ്റിമറിക്കുന്നതാണെന്നും ഇതിന് ലോഞ്ചിവിറ്റി ഇല്ലെന്നും പറഞ്ഞ് ഇവർ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ് അന്നത്തെ ക്രിട്ടിക്സ്. പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ ഓൾഡ് ഫിലിംസ്, ക്ലാസിക്സ് എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്, അതിന് മുമ്പുള്ള സിനിമകളെക്കാൾ. അതുപോലെ ഓരോ കാലത്തും വിഭിന്നമായ ചിന്താഗതിയിൽ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും പാട്രിയാർക്കി, കാരണവന്മാർ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു 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 വ്യവസ്ഥാപിതമായ കാര്യങ്ങളാണ്. അവരെതിർക്കാൻ നോക്കും. പുതിയ പുതിയ തോട്ട്സിന് നമ്മൾ പറയുമല്ലോ, പണ്ടൊക്കെ ആയിരുന്നു ശരിക്കും സിനിമയിൽ, അത് ഞാൻ ജനിച്ച മുതൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൂപ്പന്മാർ പറയുന്ന തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടായിരുന്നു സിനിമ. സൈഗാള് പാടിക്കൊണ്ടിരുന്ന സമയത്ത് സൈഗാളിനേക്കാൾ വലിയൊരു ഗായകനില്ല എന്ന് പറയും. മുഹമ്മദ് റാഫി സൈഗാൾ പഴയ ഉസ്താദുമാരെ അപേക്ഷിച്ച് നോക്കിയാൽ സൈഗാൾ ഒന്നുമില്ല എന്ന് പറയുക. അത് കഴിഞ്ഞ് മുഹമ്മദ് റാഫി വരുമ്പോൾ സൈഗാളായിരുന്നു ശരിക്കും നല്ലത്, മുഹമ്മദ് റാഫി അത്ര നല്ലതല്ല എന്ന് പറയുക. മുഹമ്മദ് റാഫി മരിച്ചു കഴിയുമ്പോൾ പറയും മുഹമ്മദ് റാഫി ആയിരുന്നു നല്ലത്, ഇപ്പോഴത്തെ ഗായകർക്ക് എന്തിനറിയാമെന്ന് പറയും. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതൊരു വലിയ ചെയിനാണ്. സാധാരണക്കാരൻ്റെ ഉള്ളു തൊട്ടറിയുന്ന, സാധാരണക്കാരെന്ന് ഉദ്ദേശിച്ചാൽ കുറച്ചുകൂടെ താഴെ തട്ടിലുള്ളവരുടെ ഉള്ളു തൊട്ടറിയുന്ന കഥകൾ, ഒരു നടൻ്റെ, ഒരു താരത്തിൻ്റെ മകന് അതെങ്ങനെയാണ് അങ്ങനത്തെ കഥകൾ എഴുതാൻ സാധിക്കുന്നത്? കാരണം ഞാനൊരു താരത്തിൻ്റെ മകനായിരുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു നടൻ്റെ മകനായിരുന്നു. അച്ഛൻ ഒരിക്കലും താരപരിവേഷം കൊതിക്കാത്ത ഒരാളാണ്. എന്നെ ഒരിക്കലും ഒരു സിനിമാ പാർട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഇതിൻ്റെ ലൈം ലൈറ്റിൽ നിർത്തി വളർത്തിയിട്ടുള്ള ആളല്ല എന്നെയും എൻ്റെ അനിയത്തിയൊന്നും. അപ്പോൾ ഞാൻ നോർമലായിട്ട് എങ്ങനെയാണ് ഒരു നടൻ എന്ന് പറയുന്നത് മറ്റൊരു ജോലിയാണെന്നും ആ ജോലിയിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും അതൊരു ഡിവൈൻ ആർട്ടാണെന്നും കല എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നും പഠിപ്പിച്ച് വന്നിട്ട് പോയിട്ടുള്ളതാണ്. പറയാതെ തന്നെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ലോകം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും കൂടെ എനിക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ തരം ആൾക്കാരുടെ കൂടെ എനിക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അതെനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൊരു ഗുണമാണ്, എൻ്റെ അച്ഛനും അമ്മയും. സ്വയം ഒരു ദുരൂഹമാണ് മുരളി ഗോപി എന്ന വ്യക്തി, ഒരല്പം ദുരൂഹമാണ്, അങ്ങനെ ഒരു നോഷൻ ആൾക്കാർക്ക് കൊടുക്കാൻ എൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ആ കഥാപാത്രങ്ങൾ മുരളി ഗോപി എന്ന് പേരും കൂടെ ഇടണ്ടേ? മുരളി ഗോപി എന്ന വ്യക്തി ഏറെക്കുറെ അങ്ങനെയാണ്. ഇല്ല, ഞാൻ വളരെ പ്രൈവറ്റ് പേഴ്സണാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കും എൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഇതിലാണ്. അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മളിപ്പം അജയ് കുര്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ എഴുതിയിട്ട്, ഈ അടുത്ത കാലത്തിൽ ആ ക്യാരക്ടർ എഴുതിയിട്ട് ഞാനൊരു 3 ആക്ടേഴ്സിനെ ഞാനും ഒരെണ്ണം കൂടെ പോയി കാണാൻ നോക്കി. അപ്പോൾ അതിൽ ആ ക്യാരക്ടറിൻ്റെ ചില ട്രെയ്റ്റ്സ് ഉണ്ട്. ആ ട്രെയ്റ്റ്സ് അവരോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അല്ലാതെ എൻ്റെ ചോയ്സ് അല്ല ഞാൻ ആദ്യം അത് അഭിനയിച്ചത്. ആ ക്യാരക്ടർ അവർ ചെയ്താൽ അവരുടെ ഇമേജിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതും ഒരു അഭിനേതാവ് അങ്ങനെ പറയുന്ന ഒരു രീതിയോട് എനിക്ക് ഭയങ്കരമായി വിയോജിപ്പുണ്ട്. ആൻ ആക്ടർ ഈസ് സപ്പോസ് ടു ഡു എവ്രിതിങ് ദാറ്റ് ഈസ് ഡയറക്ടർ ആൻഡ് ഹിസ് റൈറ്റർ ഡിമാൻഡ്സ് ഓഫ് ഹിം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ പറയുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ സത്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ആർട്ടിൽ. കാരണം നെഗറ്റിവിറ്റി എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചാലേ നെഗറ്റിവിറ്റി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാതെ നെഗറ്റിവിറ്റിയെ കാണിക്കാതെ ഇപ്പോൾ പറയുന്നത് ഞാൻ സെൻസർ ബോർഡ് നെഗറ്റിവിറ്റി പറയുന്നതാണ്. ഒരു ചെറിയ ഒരു ബ്ലഡ് സ്പ്ലാഷിങ് വന്നാൽ ആ ബ്ലഡ് മ്യൂട്ട് ചെയ്യണം. എന്നാൽ യൂട്യൂബിലോ ഇവിടുത്തെ കൊച്ചു കുട്ടികൾ വരെ കാണുന്നത് അബ്സല്യൂട്ട് വൈഡായിട്ടുള്ള അൺഎഡിറ്റഡ് പ്രൂൺ ചെയ്യാത്ത ഫുട്ടേജാണ്, എക്സ്ട്രീം ഫുട്ടേജസ് ആണ് കാണുന്നത്. എന്നിട്ട് ഇവരിരുന്നിട്ട് പറയുന്നത് വീട്ടിൽ നിന്നല്ലാതെ വെളിയിൽ പോയി സിനിമ കാണുന്ന ആൾക്കാർ, ടിക്കറ്റഡ് സിനിമ കാണുന്ന ആൾക്കാർ, അഡൾട്ട്സിന് അവർക്ക് യാതൊരു ബുദ്ധിയുമില്ല എന്നുള്ള രീതിയിലുള്ളതാണ് ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ അവർക്ക് ഇത് അഡൾട്ട്സിനെ കാണിച്ചുകൂടാന്ന് പറയുന്നത് അഡൾട്ട്സിനെ പാട്രണൈസ് ചെയ്യുന്ന പോലെയാണ്, ഇവിടുത്തെ സിറ്റിസൺസിനെ പാട്രണൈസ് ചെയ്യുന്ന പോലെയാണ്. സെൻസറിങ് എന്ന് പറയുന്ന പ്രോസസ്സിനോട് ഞാൻ എതിർക്കുന്നത് അതുകൊണ്ടാണ്. അതിലൊരു പാട്രണൈസിങ് ഭയങ്കരമായിട്ടുണ്ട്. അത് ഡെമോക്രസിയിലോട്ട് ശരിയല്ല. പത്രപ്രവർത്തകൻ ആയിട്ട് ആദ്യം തുടങ്ങിയത് അങ്ങനെയാണ്, പത്രപ്രവർത്തകനായിട്ട് പിന്നീട്
സിനിമയിലേക്ക് വന്ന ഒരാൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാധ്യമങ്ങളും സെലിബ്രിറ്റികളും ഞാൻ ഉദ്ദേശിച്ചത് സിനിമ പ്രവർത്തകരുമായിട്ട് ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ബോത്ത് ഓഫ് ദം നീഡ് ഈച്ച് അതർ ആണ്. പക്ഷെ ഒരു പത്രപ്രവർത്തകൻ തന്നെ അതിനകത്തോട്ട് വരുമ്പോൾ അതിനെ എങ്ങനെ കാണും? ഇപ്പോഴത്തെ വ്യത്യാസം പ്രത്യേകിച്ച് ഒരു 24/7 ന്യൂസ് ചാനലുകളുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 24/7 ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ അത് അറിയായിരിക്കുമല്ലോ, അപർണയ്ക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വ്യൂവേഴ്സ് അത്രയുണ്ടോ അത്രയും ചാനൽസ് വരെയാണ്. അപ്പോൾ അവർക്ക് എക്സ്ക്ലൂസീവ്സ് വേണം, അവർക്ക് ബ്രേക്കിംഗ് ന്യൂസ് വേണം, കോൺസ്റ്റൻ്റ്ലി സ്ക്രോൾസ് പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അറിയാതെ ചെയ്യുന്നൊരു കാര്യം ഡീസെൻസിറ്റൈസിങ് ദ വ്യൂവർ എന്ന് പറയുന്ന കാര്യമുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ മീഡിയ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീസെൻസിറ്റൈസിങ് എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടൊരു ന്യൂസ് വരികയാണെങ്കിൽ അതിന് 2 years വരെ അതിന് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് എന്ത് സംഭവിച്ചു എന്ന് പത്രങ്ങൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ആ സാധനം ഇപ്പോൾ 2 days കഴിഞ്ഞാണ് ഒരു വലിയ വാർത്തയെ ലീവ് ചെയ്ത് കളയുന്നത്. 2 ദിവസമായിരിക്കും മാക്സിമം. 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത ന്യൂസ് വരികയും ആ ന്യൂസിൻ്റെ പുറകെ പോവുകയും ചെയ്യും. അപ്പോൾ ഒരു കോസ്, ഒരു സോഷ്യൽ കോസിനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ചുമതല കൂടെ പത്രങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിനുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ പ്രഷർ കാരണം അവർക്കത് ചെയ്യാൻ പറ്റാതെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വ്യൂവറിനൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഒരു ഭയങ്കര റേപ്പ് കേസ് ഇന്ത്യയിൽ, അതിപ്പോൾ ഡസനായിട്ടാണ് ഇങ്ങനെ ഇറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ന്യൂസ് ചാനൽ അതിന് ഒരു ദിവസം ഇത് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഇതാണ് എന്തുകൊണ്ടാണ് ധോണി നാക്ക് വെളിയിലിട്ട് കാണിച്ചത്, വിരാട് കോഹ്ലി ഇതിലോട്ടങ്ങ് തിരിയുകയാണ്. അതിനു വേണ്ടി ഒരു ഫുൾ ഡേ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിയൽ കോസസ് ശരിക്ക് അതിന് എത്താതെ പോവും. ആ വിക്ടിംസ് എന്ന് പറയുന്നത് ദേ വിൽ ഓൾവേസ് റിമെയിൻ വിക്ടിംസ് വിത്ത് നോ വൺ ടു അറ്റൻഡ് ബിക്കോസ് ദേ ഡോണ്ട് മേക്ക് ഫോർ ഇനഫ് TRP ആഫ്റ്റർ എ വൈൽ. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഗായകനും ആണ് ഒരു പക്ഷേ ആൾക്കാർ ഏറ്റെടുത്ത് പാടിയ ഒരു പാട്ടുകളുടെ ഗായകൻ കൂടിയാണ്. അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെയധികം. കാരണം എനിക്ക് അറിഞ്ഞിടാത്ത പണിയായതുള്ളൂ. കാരണം കുട്ടിയായിരുന്നപ്പോഴേ എനിക്ക് പാട്ട് ട്രെയിൻ സിംഗർ അല്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ ഗാനമേളകളിലൊക്കെ കോളേജിലൊക്കെ പാടിയിട്ടുണ്ട് ക്യാമ്പസിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാൻ. പാട്ട് പാടുമ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു കുട്ടിയുടെ ആവേശമാണ്. അത് അങ്ങനെ അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഗായകൻ എന്നുള്ളത് ഒരു വലിയ വാക്കാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാനൊക്കെ പാടാൻ ട്രൈ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഗായകൻ എന്നൊക്കെ പറയുന്നത് പഴയ യേശുദാസ്, അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരാണ് കിഷോർ കുമാർ, റഫി, SP ബാലസുബ്രഹ്മണ്യം. ഇതൊക്കെയാണ് ഗായകർ എന്ന് പറയാൻ അർഹരായിട്ടുള്ളവർ. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ദാറ്റ് ഗോസ് ഇൻ ടു സിംഗിങ് നൗ എ ഡേയ്സ്. ഒരുപാട് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഉണ്ട്, പഞ്ചിങ് ഉണ്ട്, അല്ലാത്ത ഒരുപാട് രീതികളുണ്ട്. അതിലൊക്കെ ഒരുവിധം പാടാൻ പറ്റുന്ന ഒരാളിനെ, ക്രൂൺ ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ ഒരു ഗായകനാക്കി കൊണ്ടുവരാൻ പറ്റും. ഒരു ഗായകനാണ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അങ്ങനെ അവകാശപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാമങ്ങൾക്ക് ഒരു വലിയ അപമാനമാണ്. അവരോടുള്ള റെസ്പെക്റ്റാണ് ഞാനത് പറയുന്നത്. ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട്, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഒരു 2 വരി ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? दिल में किसी के प्यार का जलता हुआ दिया, दुनिया की आंधियों से भला ये बुझेगा क्या, दिल में किसी के प्यार का जलता हुआ दिया, दुनिया की आंधियों से भला ये बुझेगा क्या. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക്, വ്യത്യസ്തമായ എഴുത്തുകൾക്ക്, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ നിലപാടുകൾക്ക് എല്ലാവരും കാത്തിരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് മുരളി ഗോപി. മൈൽസ് ടു ഗോ.